നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് നാഗപ്പൂവ് അഥവാ ചുരുളി എന്നൊക്കെ അറിയപ്പെടുന്ന സസ്യത്തെയാണ്. ചതുർജാതം എന്ന സുഗന്ധ ഔഷധ സമൂഹത്തിലെ ഒരു അംഗമാണ് ഈ നാഗകേസരം. ക്ലൂസിയേസിയ കുടുംബാംഗത്തിൽ വരുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം മെസ്സുവ ഫെറിയ എന്നാണ്. അനേകം കേസരങ്ങളാൽ മനോഹരമായതുകൊണ്ടും ഇതിൻ്റെ പുഷ്പം നാഗങ്ങൾക്ക് പ്രിയമുള്ളതുകൊണ്ടും ഇതിനെ നാഗകേസരം എന്ന് നാമകരണം ചെയ്യപ്പെടുന്നു. ആയില്യം നക്ഷത്രക്കാരുടെ ജന്മവൃക്ഷമാണ് ഈ നാഗപ്പൂവ്. സംസ്കൃതത്തിൽ ഇതിനെ നാഗകേസരം, പുഷ്പമഞ്ജരി, ഹേമകിഞ്ചിക എന്നൊക്കെയാണ് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൻ്റെ ഫലം വളരെ ഔഷധമൂല്യമുള്ളതുകൊണ്ടാണ്. എന്നാൽ കേരളത്തിലെ ആയുർവേദ കടകളിൽ ഈ ചെറുകറുവ, പട്ടിപ്പുന്ന എന്നീ സസ്യങ്ങളുടെ ഫലമാണ് നാഗകേസരമായി ഉണക്കി ഉപയോഗിക്കാറുള്ളത്. കേരളത്തിലെ നിത്യഹരിത വനങ്ങളിലും അതുപോലെ ഹിമാലയം, ഉത്തർപ്രദേശ് എന്നീ സ്ഥലങ്ങളിലുമാണ് ഇത് കൂടുതലായി കണ്ടുവരാറുള്ളത്. 25 മീറ്ററോളം ഉയരത്തിലാണ് വളരുന്ന ഒരു നിത്യഹരിത വൃക്ഷമാണ് നാഗപ്പൂവ്. ഇതിൻ്റെ തടി വളരെ ഉറപ്പുള്ളതും അധികം വളവുകളൊന്നും ഇല്ലാതെ ഒറ്റ തടിയായിട്ടാണ് ഇത് വളരാറുള്ളത്. ഇതിൻ്റെ തൊലിക്ക് ചുവപ്പ് കലർന്ന തവിട്ട് നിറത്തോടു കൂടിയിട്ടാണ് കാണാറുള്ളത്. ഇതിൻ്റെ തൊലിയിലുണ്ടാകുന്ന വിള്ളലുകളിൽ ചിലപ്പോൾ കറ വന്ന് ഉണങ്ങി പിടിച്ചിരിക്കാറുണ്ട്. ഇതിൻ്റെ കാതിൽ നല്ല ഉറപ്പോടു കൂടിയതും തവിട്ട് നിറത്തോടും കൂടിയതാണ്. ഇതിൻ്റെ ഇലകൾ വളരെ നീളമുള്ളതും അഗ്രം കൂർത്തിട്ടുമാണ് ഇരിക്കുക. അത് സമുഖമായി വിന്യസിച്ചിരിക്കുന്നു. ഇതിൻ്റെ തളിരിലയ്ക്ക് ഒരു പാടല നിറവും അത് മൂപ്പെത്തി കഴിഞ്ഞാൽ കടും പച്ച നിറത്തിലുമാണ് കാണപ്പെടുന്നത്. സൂര്യപ്രകാശത്തിൽ കാണിച്ചാൽ സുതാര്യമായിട്ടുള്ള ചെറിയ ചെറിയ പൊട്ടലുകൾ ഇതിൽ കാണാൻ സാധിക്കും. ഇതിൻ്റെ പുഷ്പങ്ങൾ വെള്ള നിറത്തോടു കൂടിയതും സുഗന്ധപൂരിതവുമാണ്. ഇതിൻ്റെ കേസരങ്ങളാണ് പ്രത്യേകത. അനേകം കേസരങ്ങൾ സ്വർണ്ണ നിറത്തിലാണ് കാണപ്പെടാറുള്ളത്. ഇതിൻ്റെ ഫലം ഇളം പച്ച നിറമാണ് ഉള്ളത്. അത് വളരെ കട്ടിയുള്ള പുറന്തോടോടു കൂടിയിട്ടാണ് ഉണ്ടാവാറുള്ളത്. അതിൽ 4 വിത്തുകൾ വരെ കാണാൻ സാധിക്കും. ഏപ്രിൽ ജൂൺ മാസങ്ങളിലാണ് ഇത് പുഷ്പിക്കാറുള്ളത്. ഇതിൻ്റെ ഫലത്തിൽ നിന്നൊരു തൈലം വേർതിരിച്ചെടുക്കാറുണ്ട്. അതിൽ ഫിനോളിൻ എന്നൊരു രാസപദാർത്ഥം അടങ്ങിയിട്ടുണ്ട്. ഇത് വെള്ളത്തിൽ കലക്കി ആവി പിടിച്ചാൽ നമുക്ക് ഈ ചുമ, ശ്വാസം മുട്ട് എന്നിവയ്ക്കൊക്കെ വളരെ ഫലപ്രദമാണ്. ഇത് ശരീരത്തിൽ ഉണ്ടാകുന്ന ചൂട് കുറയ്ക്കുവാനും അതുപോലെ രക്താർശസ്, രക്താതിസാരം എന്നിവയ്ക്കും ഫലപ്രദമാണ്. ത്വക് സംബന്ധമായ അസുഖങ്ങൾക്കും അതുമാതിരി വിഷത്തിനൊക്കെ ഇത് ഉപയോഗിച്ച് വരാറുണ്ട്. ഇതിൻ്റെ പുഷ്പം, കേസരങ്ങൾ, വിത്ത് എന്നിവയാണ് ഔഷധയോഗ്യമായ ഭാഗങ്ങൾ. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. വേണമെങ്കിൽ അകത്തേക്ക് കൊടുക്കാം. പിന്നെ അതുപോലെ ഇത് കഴിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു രസായനമായിട്ട് വേണമെങ്കിൽ, അതായത് ചതുർജാത രസായനം ദിവസേന കുറേശ്ശെ കഴിച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഊർജ്ജസ്വലതയോടെ ഇരിക്കാൻ പറ്റും. ശരീരം എപ്പോഴും തണുക്കും, ഒരിക്കലും ചൂട് വരില്ല. അതായത് നമ്മുടെ ബോഡിയിൽ ഈ സ്ട്രെസ് റിലേറ്റഡ് ഹോർമോണുള്ള അഡ്രിനാലിൻ റിലീസ് ചെയ്യുന്നതിനെ കൗണ്ടർ ചെയ്യാൻ പറ്റിയ ഒരു ഔഷധമാണ് ചതുർജാതം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ട്രെസ് അധികമുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ ലേശം ഒരു 1/2 ടീസ്പൂൺ വീതം പൊടി തേനിൽ ചലിച്ച് കഴിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്.